ഏതൊരു മനുഷ്യനും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഏതൊരു മനുഷ്യനാകട്ടെ, നിങ്ങൾ ധനാഢ്യൻ സമ്പന്നനാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കും ഇത് വേണമെന്ന്. പിന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാകട്ടെ, നിങ്ങൾ വിചാരിക്കും ഇത് എനിക്ക് വേണമെന്ന്. ഭയങ്കരമായ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഭയങ്കര ബിസിനസ്സൊക്കെ ഉള്ള ആളാണ് നിങ്ങളെങ്കിലും പോലും നിങ്ങൾ ആഗ്രഹിക്കുക അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതേപോലെ ടൂർ പോകുന്ന ആളുകളുണ്ട്, ഒരുപാട് സ്വന്തം സമ്പാദ്യം എന്ത് വിറ്റാലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും ടൂറൊക്കെ പോകുന്ന ആളുകളുണ്ട്. അവനും ആഗ്രഹിക്കും ഇതെനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതേപോലെ പിന്നെ ചില മാളികകൾ കെട്ടിപ്പടിക്കാൻ, വീടുകൾ കെട്ടിപ്പടിക്കാൻ, നല്ല വാഹനങ്ങൾ വാങ്ങാൻ അത് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ആളുണ്ട്. ഓരോ സ്വപ്നം എന്താ? നല്ല വീട് വെക്കണം. ഓരോ സ്വപ്നം എന്താ? നല്ല വാഹനം, ഭയങ്കര വലിയ വാഹനം വാങ്ങണം. അങ്ങനെയുള്ള സ്വപ്നത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയം മാത്രം എന്ത് വിറ്റുപറക്കിയും രാഷ്ട്രീയത്തിൽ ഉന്നതമായ സ്ഥാനമാനം എനിക്ക് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആ കമ്മിറ്റിയിൽ എനിക്ക് അംഗമാകണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവനും ഇത് ആവശ്യമുണ്ട്. ഞാൻ പറയാവുന്ന കാര്യം, അവനും ഇത് വേണം. അതുപോലെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായാലും ആവശ്യമുള്ളൊരു സാധനമാണ് സമാധാനം. എന്താ വേണ്ടത്? ഓരോ ആളുകൾ ആഗ്രഹിക്കുന്ന എന്താ? ഓരോ ആളും എങ്ങനത്തെ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്ന എന്താ? സമാധാനം ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം, മനസ്സിനൊരു സമാധാനം വേണം. അതാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അത് വേണോ? നിങ്ങൾക്ക് ഒരല്പസമയം കൊണ്ട് ഞാനത് മനസ്സിലാക്കി തരാം. ഒരല്പസമയം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എങ്ങനെ കിട്ടും സമാധാനം? എന്തുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല? ഇപ്പോൾ സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ സമാധാനമില്ല. നല്ല വൈഫുണ്ട്, നല്ല കുട്ടികളുണ്ട്, അനുസരണമുള്ള നല്ല കുട്ടികളുണ്ട്, പക്ഷെ സമാധാനമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? എല്ലാം ഉണ്ട്, വീടുണ്ട്. ഇന്ന് പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ അവസ്ഥ. ആളുകൾക്ക് നല്ല വീടുണ്ട്, വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എവിടെ പെട്ടെന്ന് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, പക്ഷേ ഒരു മനസ്സിനൊരു സമാധാനമില്ല. പലരും പറയുന്ന വാക്കാത്. മനസ്സിനൊരു സമാധാനമില്ല, ഒരു ശാന്തിയില്ല, ഒരു പ്രശ്നം. കൈക്ക് വേദനയുണ്ടോ, കാലിന് വേദനയുണ്ടോ, അല്ല ശരീരത്തിന് എന്തെങ്കിലും ഒരു അവയവത്തിന് പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല, പക്ഷേ മനസ്സിനൊരു വിഷമം, ഒരു പ്രയാസം. എന്തുകൊണ്ടങ്ങനെ? പല രീതിയിൽ നമുക്ക് ഇപ്പോൾ മതപരമായി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ സമാധാനം കിട്ടും? നിങ്ങൾ പരമാവധി ഏതൊരു മനുഷ്യനാണെങ്കിൽ പരമാവധി, ഇപ്പോൾ ദൈവവിശ്വാസികളുണ്ട്, ദൈവം ഇല്ലയെന്ന് പറയുന്ന ആളുകളുണ്ട്, പ്രകൃതിയാണ് ദൈവം എന്ന് പറയുന്ന ആളുകളുണ്ട്, മതപരമായ വിശ്വാസികളുണ്ട്, ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും മുസ്ലിങ്ങളായാലും അങ്ങനെ പല വിധത്തിൽ മതവിശ്വാസികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അഗാധമായ ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സമാധാനം കൂടുതലായിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായ സമാധാനത്തില്ല. കാരണം എന്താ? ആ ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ആ പ്രപഞ്ചത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ സൃഷ്ടാവ്, ആ പ്രപഞ്ചനാഥൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല മനുഷ്യനായി ജീവിക്കണം, ഞാൻ നന്മ ചെയ്യുന്നുണ്ടോ തിന്മ ചെയ്യുന്നുണ്ടോ അവൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഹിറാമൻ കാത്തിബി എന്ന് വിശുദ്ധ ഖുർആനിൽ വചനം, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് മനസ്സിലാക്കുന്ന ആളുകളിടത്തോളം അവനൊരു സമാധാനം ഉണ്ടാവും. ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു സമാധാനം കിട്ടും. എന്താ? ഞാൻ നല്ല മനുഷ്യനായി ജീവിക്കുന്നുണ്ട്. പല ഈ അധികം ആളുകൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ദാനധർമ്മങ്ങൾ, ഇപ്പോൾ സമ്പത്ത് ഒരുപാടുള്ള ആളുകൾ ഇപ്പോൾ ദാനധർമ്മം ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് അവന് സമ്പത്തുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ പേരിന് വേണ്ടി കൊടുക്കുന്ന ആളുകളുണ്ട്, കൊടുത്തിട്ട് ആ പേര് കിട്ടിട്ട് അങ്ങനെയല്ല. ഇപ്പോൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഹോസ്പിറ്റലിന് വേണ്ടി പൈസ ചിലവാക്കുക, ഇന്ത്യയിലെ രോഗികൾക്ക് വേണ്ടി ചിലവാക്കുക. അപ്പോൾ ഒരാൾ അറിയില്ല. അങ്ങനെ അറിയാൻ വേണ്ടിയാണെങ്കിൽ അവൻ അവൻ്റെ നാട്ടിലല്ലേ കൊടുക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് അവൻ അമേരിക്കയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുകൊണ്ട്, ഇറ്റലിയിൽ നിന്നുകൊണ്ട്, ഫ്രാൻസിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ രോഗികൾക്ക് നൽകുന്നു? അതേപോലെ ആശ്രമത്തിലേക്ക്, അനാഥാലയത്തിലേക്ക്, അഗതി മന്ദിരത്തിലേക്കൊക്കെ നൽകുന്നു. എന്തുകൊണ്ടാണ്? പേരും പ്രശസ്തിക്ക് അല്ല, അവൻ്റെ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടാൻ. അതുപോലെ എങ്ങനെ നമുക്കിത് കിട്ടും? ഈ ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ദൈവത്തിനെ അടിമപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്, ദാസനാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും, അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി സമാധാനം കിട്ടും. പിന്നെ അതേപോലെ നിങ്ങൾ എപ്പോഴും എന്താക്കുക? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ അവരെ വേദനിപ്പിക്കാതെ, ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. വ്യക്തിപരമായിട്ട് അടുത്തടുത്ത് നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ചില കമൻറ്റുകൾക്ക് കൊണ്ട് നമുക്ക് കാണാം ഭയങ്കരമായും ചിലരെ കരയിപ്പിക്കുന്ന ആളുകളൊക്കെ. നമ്മളതങ്ങ് എഴുതി വിട്ടിട്ട് പോയി, പക്ഷേ അവന് കൊടുക്കുന്ന പ്രയാസം എത്രയാണ്? അത് തിരിച്ചു വരും, നമ്മളിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ എന്താ കൂടോത്തര അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു, എന്താണ് പറയുക, അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അത് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ചെയ്തു, എന്തെങ്കിലും സിഹിർ മാറണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരായിരിക്കും അത് ചെയ്തിട്ട് അവനങ്ങനെ നശിപ്പിച്ച് കളയാം. എന്നാലോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവൻ നശിക്കുന്നതായിട്ടായിരിക്കും കാണുന്നത്. ചെയ്യുവാൻ പോയവൻ അതങ്ങനെയാണ്, തിരിച്ചു വരും. നമ്മളിപ്പോൾ ഒരാൾക്ക് സന്തോഷം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും, ഒരാൾക്ക് സമാധാനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സമാധാനം ഉണ്ടാകും. ഇപ്പോൾ കുടുംബത്തിലായാൽ പോലും, ഇപ്പോൾ നമ്മളെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് കുറച്ച് സമാധാനം കൊടുക്കുക, മക്കൾക്ക് സമാധാനം കൊടുക്കുക. ഇവരെ ഇങ്ങനെ ആക്കല്ല എന്ന് പറഞ്ഞാൽ അവരെ ഇതാക്കുമ്പോൾ അവരെ നമ്മൾ ഡ്രസ്സ് ചെയ്യാം, അവരെ നമ്മൾ എന്താ പറയുക, അവരെ പ്രയാസപ്പെടുത്താൻ, വിഷമിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കും ഏതെങ്കിലും ഒരു രീതിയിൽ, മറ്റൊരു രീതിയിൽ, ഇപ്പോൾ ചില മുതലാളിമാർ നമ്മൾ കാണാറുണ്ട്. അവരെങ്ങനെ പറഞ്ഞാൽ തൊഴിലാളികളോട് വളരെ മോശമായി പെരുമാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മുതലാളിമാരെ വളരെ മോശമായി പെരുമാറും.
അപ്പോൾ അതിനേക്കാൾ ഉയർന്ന ആളുകൾ വന്നിട്ട് അവരോട് വളരെ മോശമായി പെരുമാറും. എൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത്, ഞാനും നീന്നുന്നില്ല, ഏതൊരു മനുഷ്യനും കണ്ണുകൊണ്ട് കാണും. ഒരാളെ പ്രയാസപ്പെടുന്നതിന് കാണുമ്പോൾ മറ്റൊരാൾ, അവൻ്റെ മുതിർ, ഇപ്പോൾ മാനേജർ ഒരാളെ പ്രയാസപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഓണർ അവനെ പ്രയാസപ്പെടുത്തും. അങ്ങനെ അവരുടെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സമാധാനം കൊടുക്കുക, എപ്പോഴും അവരോട് സന്തോഷത്തിൽ പെരുമാറുക, എന്നും പുഞ്ചിരിക്കുക, നല്ല 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 വാക്ക് പറയുക, ആളുകളോട് സമാധാനം കിട്ടും. അതേപോലെ മറ്റൊരു കാര്യമായ പോയിന്റ് നമ്മൾ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കാണുന്ന കാഴ്ച, കേൾക്കുന്ന കേൾവി. കാണുന്ന എന്താ, അതാ നമ്മളുള്ളിൽ. കേൾക്കുന്ന എന്താ, അതാ നമ്മളുള്ളിൽ. ഇപ്പോൾ ചില ആളുകൾ ഈ ക്രൈം ന്യൂസ് മാത്രമേ കാണൂ, മരണ പേജ് മാത്രമേ വായിക്കൂ ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ, അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ തന്നെ ന്യൂസുകളുണ്ടല്ലോ ഈ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, അത് മാത്രം അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്ത് കാണുകയും ചെയ്തു. ചില ആൾ വാട്സപ്പ്, ഞാൻ ചില ആൾ നോക്കലേ ഇല്ല, ഓണാക്കലില്ല, ഓൻ അയക്കുന്ന ഫുള്ള് ഇതന്നെ ആയിരിക്കും. ഇങ്ങനെ വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുന്ന വാർത്തകളായിരിക്കും. എന്നെങ്കിലും ഒന്ന് കണ്ടുപോയി. ചില ആളുകൾ അതേപോലെ ചില ആളുകൾ വർത്താനം പറയും. എന്താ വർത്താനം? അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ കേട്ട് കൊടുത്താൽ പോരെ, ഓനിങ്ങനെ പറഞ്ഞോട്ട് പോകാൻ എൻ്റെ വിഷമം പോരാ. വിഷമം പറഞ്ഞോ ഞാനങ്ങ് നല്ലോണം കേൾക്കാൻ നിൽക്കണ്ട. അസ്സലാമു അലൈക്കും വലൈക്കും സലാം എന്ന് പറഞ്ഞ പോലെ, എന്തുണ്ട് അൽഹംദുലില്ലാ, റായത്തല്ലേ, റായത്താണ്, അത്ര മതി. അധികം പറഞ്ഞാലാ ഓൻ്റെ എല്ലാ വിഷമവും ഓനെ ഇറക്കി വെച്ചിട്ട് പോകുമോനി നമുക്ക് തന്ന്. ഇപ്പോൾ നമ്മൾ പറയാം, ഞാൻ പറയാറുണ്ട് വൈറസ് കയറ്റി വന്നിട്ടുണ്ടെന്ന് പറയും. കാരണം എന്താ, ഓൻ വന്നിരുന്ന 5 മിനിറ്റിൽ നമുക്ക് വൈറസ് അങ്ങ് കയറ്റിയിട്ട് പോകും. പിന്നെ കാലാകാലം നമുക്ക് വിഷമം. അത് അതേപോലെ ചില ആളുകൾ വിഷമം നമുക്ക് കേൾക്കുന്നല്ലേ, അത് നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഞാൻ കരയുമ്പോൾ, ഞാനൊരു വിഷമം വരുമ്പോൾ എനിക്കൊരു കുട്ടി ഓർമ്മ വരാനുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ മാതാവിനെ വിളിക്കും. നമ്മൾ ഒരു അടുത്ത വീട്ടിലൊരു ആളാണ്. അപ്പോൾ ഞാൻ ആ മാതാവിനെ വിളിച്ച് ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്, സമാധാനം, സന്തോഷമല്ലേ? അപ്പോൾ ആ സന്തോഷമാണ്, സുഖമാണ്. അപ്പോൾ നമ്മൾ ആ തോട്ട് അവിടെ എന്തുകൊണ്ട്, ഏത് സമയത്ത് നമുക്കൊരു വിഷമം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ആ മനസ്സിൽ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ കൂടാണ്. ഏതൊക്കെ സമയത്ത് എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ സമയത്ത് പ്രയാസം, അതൊക്കെ കൂടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല നല്ല വാക്കുകൾ കേൾക്കണം, നല്ല നല്ല ആളുകൾ, നല്ല നല്ല സ്പീച്ചുകൾ കേൾക്കണം, നല്ല നല്ല ആളുകളായി ഇടപഴകണം, നല്ല സമാധാനത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. അതന്നെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ, നമ്മൾ ഈ മോശമായത് തന്നെ കേൾക്കുകയാണെങ്കിൽ, എപ്പോഴും കഷ്ടപ്പാടും വിഷമം തന്നെ കേൾക്കുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ വിഷമം ഉണ്ടാവുള്ളില്ല. അതങ്ങനെ പോയി കിടക്കും. ഒരാളെ കേൾക്കുന്നല്ലേ, ഓൻ പറഞ്ഞോട്ട് പോകാൻ്റെ വിഷമം പറഞ്ഞു തീർക്കട്ടെ, പോരാ. അത് കേൾക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ വിഷമമായി നിൽക്കും. അത് നമ്മളെ മറ്റു വിഷമങ്ങളും കൂടി ചേരും. അപ്പോൾ നമുക്ക് മെമ്മറിയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് പഠനമൊക്കെ ഭയങ്കര പുരോഗമിച്ച കാലമാണ്. എത്ര കണ്ട് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി ഉണ്ട്, എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഫോട്ടോ സ്റ്റുഡിയോ പോലെയാണ് നമ്മളെ പിറകിൽ നിൽക്കുന്നത്, ഓരോ സ്റ്റുഡിയോ ഫോട്ടോ പോലെ. എന്തുകൊണ്ടാണ് കാമുകിനെ മറക്കുക അറിയുമ്പോൾ ഭാര്യ പറഞ്ഞു, ആ കാമുകിനെ ഒന്ന് മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത സ്റ്റുഡിയോ പോലെ ഇങ്ങനെ കിടക്കുക, അപ്പം തന്നെ വന്ന ആ ഫോട്ടോ. അതേപോലത്തെ അവസ്ഥയാണ്. അതുപോലെ ഒരു വിഷമം ഇങ്ങനെ കൊടുക്കുമ്പോൾക്ക് എല്ലാ വിഷമങ്ങളും ഇങ്ങനെ ഉള്ളിന്ന് വന്ന്, എന്തുകൊണ്ട് ഒരു ബിസിനസ് മാൻ എന്തെങ്കിലും ഒരു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഓൻ്റെ തലയിൽ വരേണ്ട എന്താ, സെയിൽസ് ആയിരിക്കണം. എങ്ങനെ അത് വിറ്റ് പോകാം, എങ്ങനെ അത് വിൽക്കാം ആളുകൾ. അങ്ങനെയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കും. നിങ്ങൾ ഏത് വിഷയത്തിലാണ് പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നല്ല നല്ല വിഷയങ്ങൾ കേൾക്കും. ഈ അത്യാവശ്യമില്ലാത്ത അനാവശ്യമായ വീഡിയോസുകൾ കാണുന്നത്, അതേപോലെ അനാവശ്യമായ ആളുകളായിട്ട് ഇങ്ങനെ വെറുതെ സൊറ പറഞ്ഞു ഓൻ്റെ കഥ ഇങ്ങനെ കേട്ടിരിക്കുന്നത്, അതൊക്കെ ഒഴിവാക്ക്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും. മനസ്സിന് സമാധാനം വേണം, സമാധാനമുള്ള ആളുകളുടെ വാക്ക് കേൾക്കണം, സമാധാനപരമായ ആളുകളുടെ പുഞ്ചിരിച്ച് നല്ലത് പറഞ്ഞ് നല്ല രീതിയിൽ നടക്കാനും നമ്മൾ ശ്രമിക്കണം. അതൊക്കെ പ്രാക്ടീസാണ്. ഇതൊക്കെ ചെയ്ത് അങ്ങ് ശീലമാവും. ഇപ്പോൾ കച്ചവടക്കാരങ്ങൾ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ നല്ല രീതിയിൽ പെരുമാറാത്ത ഒരു കച്ചവടക്കാരനൊക്കെ കണ്ടു. നാട്ടിൽ എത്ര കടകളുണ്ട്, ഒരുപാട് കടകളുണ്ട് നാട്ടിൽ. ആ കടയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾ ചിലപ്പോൾ എൻ്റെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണും. അപ്പോൾ ഈ കടകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓരോ കടയിലേക്ക് പോയി നോക്ക്. ഓരോ കടയിൽ പോകുമ്പോൾ ഭയങ്കരമായ സന്തോഷത്തിലായി, അവന് ഉള്ളിൽ വിഷമം ഉണ്ടാവും, പക്ഷേ നമ്മളെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, ഭയങ്കര സന്തോഷത്തിലായിരിക്കും. വാ ഇരിക്ക്, കുടിക്കാൻ വെള്ളം, ചായ പറയട്ടാ, എന്തൊക്കെ വേണം സാധനങ്ങളൊക്കെ വലിയ വലിയ ഷോപ്പിൽ കാണുന്നില്ലേ. അപ്പോൾ എന്നും ചിരിച്ചായിരിക്കും. അതേപോലെ നല്ല പാൽ പെരുമാറും. ഒരു കച്ചവടക്കാരൻ മോശമായി പെരുമാറിയാൽ പിന്നെ അവന് കച്ചവടം കിട്ടില്ല. കാരണം ഞാൻ ഇവിടെ അടുത്തൊരു വക്കാലുണ്ട്, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണം നമ്മൾ ഇവിടെ പോകാതെ വക്കാൽക്കാരൻ പുതിയൊരു വക്കാലിൽ നമ്മൾ പോകുമ്പോൾ ഓൻ ഇവിടെ വരുന്നോനല്ലോ എന്നിട്ട് ഓന് എന്തുകൊണ്ട് ഓന് ഇഷ്ടമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇല്ല അറിയും, ഓന് തോന്നും കൊടുക്കണ്ട അവനിക്ക്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇല്ല അറിയും. അങ്ങനത്തെ ഒരു വക്കാലക്കാരനുണ്ട് ഇവിടെ. ഓന് കച്ചവടം ഇല്ല. കാരണം എന്താ, ഓന് നല്ല സ്വഭാവമില്ല. പിന്നെ രണ്ടാമത് നമ്മൾ ഇവിടെ പീടിയെ പൂട്ടിയാലും ആ പീടിയിൽ നമ്മൾ പോവില്ല, ഓന് സ്വഭാവമില്ലപ്പാ. ചില നല്ല ഹോട്ടലുണ്ട്, നല്ല നല്ല ഫുഡായിരിക്കും അവിടെ. കാരണം ഓരോന്നും നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കണം, എന്നാലേ നമുക്കത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു കച്ചവടക്കാരൻ ഒരു ഹോട്ടലുണ്ട്, നല്ല ഫുഡൊക്കെ ഉണ്ട് അവിടെ, പക്ഷേ സപ്ലയർ ഭയങ്കര മോശം. ഓനിങ്ങനെ ഗ്ലാസ്സൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വെക്കും, ഗ്ലാസ് മേശയിൽ. അല്ല ഫുഡൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ടായിരിക്കും തരില്ല. ചിലപ്പോൾ ചില ആൾ സ്റ്റൈൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരിക്കലും വെക്കരുത് അങ്ങനെ ഒരു വീട്ടിൽ.
പക്ഷെ അവൻ വെക്കുന്നതിന് ഒരു ഇഷ്ടമില്ല, എന്തുകൊണ്ട് ഒരു മൈൻഡ് ഇല്ലാതെ. അപ്പോൾ നമ്മൾ പറയും നല്ല ഫുഡൊക്കെ അവിടെ, നല്ല മുതലാളിയാണ്, നല്ല മനുഷ്യനാണ്, പക്ഷെ സപ്ലൈ ചെയ്തില്ല പോലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, രണ്ടാമതും മൂന്നാമതും അവിടെ പോയില്ല, ഒറ്റ പ്രാവശ്യം പോയി നിർത്തി. എന്താ പോകാത്ത, പച്ചക്കൻ പോരാ അടിയില്ല. അതുപോലെ നമുക്ക് സ്വഭാവം ഉണ്ടെങ്കിൽ നല്ല കച്ചവടം വരും. ബിസിനസ്സുകാർ നല്ല ബിസിനസ് കിട്ടും, നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ നല്ല കച്ചവടം കിട്ടും. ഹോട്ടൽ നല്ല സപ്ലയർ ആണെങ്കിൽ കച്ചവടം കൂടുതൽ കിട്ടും. ഒരു സപ്ലയറിൻ്റെ കൈവ നല്ല ഫുഡ് അവനെ കഴിപ്പിക്കൽ. അതുപോലെ ഹോട്ടലിൽ ഇല്ല ഫുഡ് എന്താണോ ബാക്കി വരാൻ പോകുന്ന ഫുഡ്, എന്ത് മൂവിങ് ഇല്ലാത്ത സാധനം പൊടിപ്പിക്കൽ, വേറെ ഇത് ബിസിനസ്സിൻ്റെ. അത് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. കാരണം ഞാനൊരു ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ നിങ്ങൾ നല്ലവരുമായി ഇടപെടുക, നല്ല സ്വഭാവത്തിൽ നമ്മൾ അങ്ങോട്ട് പെരുമാറുക, അപ്പോൾ ഇങ്ങോട്ട് കിട്ടും. നല്ലവരുമായി ഇടപെടുക, നല്ല ആളുകളെ നോക്കി പഠിക്കുക. അത് മെയിനായി ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നല്ല ആളുകളെ നോക്കി പഠിക്കുക, അവരെങ്ങനെ ചെയ്യുന്നത്, അവരെങ്ങനെ സന്തോഷിക്കുന്നത്, നല്ല നല്ല വീഡിയോസ് കാണാം, നല്ല നല്ല കേൾക്കുക, നല്ലത് കാണാം, നല്ലത് പറയുക. അങ്ങനെ നല്ല രീതിയിലൂടെ അങ്ങനെ ചിന്തിച്ച് ജീവിച്ചു പോകുമ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ്, നല്ല ചിന്തകൾ, നല്ല പുഞ്ചിരി, നല്ല സമാധാനം, അതായിരിക്കും ഒരു അവസ്ഥ ഉണ്ടാകുക. കൂടുതൽ പഠിക്കുക.